എടാ കൊറേ നാളായിട്ടേ എനിക്കൊന്നും മനസ്സ് തുറന്ന് സംസാരിക്കണമെന്നുണ്ട് ഒരാളുടെ അടുത്ത്. എനിക്കിതിനെ വിശ്വസിക്കാവോ? അതെന്തൊരു ചോദ്യം വിളിയാ? ഈ വീട്ടിൽ വിശ്വസിക്കാൻ പറ്റുന്ന ഏറ്റവും കൂടുതൽ ഒരാൾ ഞാനാണ്. അളയൻ ധൈര്യമായിട്ട് എന്തുവേണേലും പറഞ്ഞോ. പറഞ്ഞില്ലേലും വലിയ വിഷയമൊന്നുമില്ല. പ്രണയത്തിന്റെ കേസൊക്കെ അല്ലേ, എല്ലാ മനുഷ്യർക്കും അവരുടെ ജീവിതത്തിൽ ഒരു ചെറിയ പ്രണയം എപ്പോഴെങ്കിലും ഉണ്ടായിരുന്നിരിക്കും. എടാ ഇതങ്ങനെ ചെറിയൊരു പ്രണയം ആയിരുന്നില്ലടാ. ചെറിയ പ്രണയം അല്ലേ? അതാ നീ രാവിലെ ചോദിച്ചപ്പോ ഒഴിഞ്ഞു മാറി. എനിക്കിപ്പോഴേ ഒന്നും മനസ്സ് തുറന്ന് സംസാരിക്കാത്തതുകൊണ്ട് എന്തോ പോലെ. എടാ നിന്നെ ഞാൻ എന്റെ അളിയനായിട്ട് മാത്രമല്ലല്ലോടാ കാണുന്നത്. നീ എന്റെ ഒരു നല്ല ഫ്രണ്ട് അല്ലേ? അല്ലേ? അതൊക്കെയാണ്. പിന്നെ ഞാൻ ഈ പറയുന്ന കാര്യമുണ്ടല്ലോ, ഒരിക്കലും ഒരിക്കലും ലെച്ചൂസിന്റെ അടുത്ത് പറയാൻ പാടില്ല. പറഞ്ഞൂടാ? പറയാൻ പാടില്ല. ശിവാനിയോട് പറയാമോ? ശിവാനിയോടൊന്നല്ല, ആരോടും പറയാൻ പാടില്ല. ആരോടും പറയാൻ പാടില്ല? വേറൊന്നുമല്ലടാ, അവർക്കൊന്നും ചിലപ്പോ ഇത് ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരും. ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരില്ലേ? അല്ലേ സത്യം പറയലേ, അല്ലെ വേറെ കെട്ടുവല്ലും ചെയ്തിട്ടുണ്ടോ? പിള്ളേർ വല്ലതും ഉണ്ടോ? സത്യം പറ. പോടാ അങ്ങനെ അളയാടാ. ഇതേ പ്രണയോ, എന്റെ പവിത്രമായ പ്രണയം. സത്യം പറഞ്ഞു കഴിഞ്ഞാലേ എന്റെ കോളേജ് ജീവിതം വസന്തമാക്കിയതാണ്. എന്നിലെ പ്രണയാതുരനായ മനുഷ്യനെ തൊട്ടുണർത്തിയതാവും. അറിയാ, ജീവിതമേ ഒറ്റപ്പെടലല്ല, ഒത്തുചേരലിന്റെ ഒരു ആഘോഷമാണെന്നുള്ള തിരിച്ചറിവ് പോലും നമുക്ക്. അറിയാടാ, അവള് നടന്നു വരുമ്പോഴേ ചെറിയൊരു തണുത്ത കാറ്റ് വീശുന്ന പോലെ എനിക്ക് തോന്നുന്നു. അവളുടെ സംസാരം ഉണ്ടല്ലോ അറിയാ, മുത്തുപൊഴിയുന്ന പോലെ. അങ്ങനെയല്ല. ഇതാണ് പറഞ്ഞത്, ഒരാണിനെ ആണിന്റെ മനസ്സ് മനസ്സിലാവത്തുള്ളൂ. സത്യം പറഞ്ഞാലുണ്ടല്ലോ അളിയ, അവളെ ഒരു ദേവതയാണ്. അളിയ അപ്പൊ എന്റെ ചേച്ചി? അവള് ഒരു ദേവത. അളിയ എന്നാലും അളിയന് ഇത്രയും വലിയൊരു സീരിയസ് പ്രണയം ഉണ്ടായിരിക്കും ഞാൻ വിചാരിച്ചതേ ഇല്ല. കുഴപ്പമില്ല. എടാ അളിയാ, അങ്ങനെ കോളേജിന് തുടങ്ങിയ പ്രണയം വിവാഹാലോചന വരെ ചെന്നു. പക്ഷെ അവളുടെ വീട്ടുകാർക്കേ ഞാൻ സെറ്റിലായി കാണണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ ദുബായിക്ക് പോയത്. അങ്ങനെ അളിയൻ ദുബായിക്ക് പോയി. ദുബായിക്ക് പോയപ്പോ നാട്ടിൽ ആ കൊച്ചിന് നല്ലൊരു കല്യാണം വന്ന് ആ കൊച്ചിനെ കെട്ടിച്ചങ്ങ് വിട്ട്. അപ്പം പിന്നെ അത് കഴിഞ്ഞ് അളിയൻ നാട്ടിൽ വന്നപ്പോ അളിയനൊങ്ങ് കെട്ടി കൊച്ചായി സന്തോഷമായിട്ട് ഇപ്പൊ ജീവിക്കണം. പ്രശ്നം കഴിഞ്ഞ്. അളിയന്റെ കല്യാണം കഴിഞ്ഞു, പക്ഷെ ഉമ്മയുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല. ഉമ്മയല്ല, ഉമ്മ കിട്ടിയില്ല. സിംഗിൾ.